ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് മലയാളീസ് കിച്ചണിൽ കപ്പ ദോശ, അതല്ലെങ്കിൽ മരച്ചീനി ദോശ എന്ന് പറയാം. അപ്പോൾ കപ്പ, മരച്ചീനി അങ്ങനെ പല ഭാഗത്ത് പല പേരുകളാണ്. അപ്പം ഞാൻ കപ്പ എടുക്കാനായിട്ട് വന്നേക്കാണിത്. നല്ല പച്ചപ്പ്. ഇത് ഞങ്ങൾക്ക് പശുവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പശുവിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് CO5ഉം CO3 ഒക്കെ നട്ടിട്ടുണ്ട്. പിന്നെ അതെ, ഇതാണ് പ്രദേശം. നല്ല ഭംഗിയുള്ള പച്ചപ്പ് പിടിച്ചതാ. ഏട്ടൻ കപ്പ പുഴാനായിട്ട് പോവാണ്. കപ്പ നമ്മൾ മണ്ണിൽ നിന്ന് എടുക്കണ്ടേ, അപ്പം പലയിടത്ത് പല രീതിയിലാണ് പറയുന്നത്. ഏട്ടൻ ദേ കപ്പ എടുക്കുകയാണ്. നമുക്ക് കപ്പ ദോശ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലേക്ക് പോവാം. അതിന് മുമ്പ് നമുക്ക് കപ്പ എടുക്കണമല്ലോ. അപ്പം ഫ്രഷ് കപ്പയാണ്, നമ്മൾ പോയി പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല. ഇപ്പം വാങ്ങിക്കുന്നവർക്ക് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാം. ദേ കപ്പ എടുത്ത് പിഴുതെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂട്ടിയിട്ടു. നമുക്കിനി ഇതൊന്ന് കഴുകിയെടുക്കണം. പിന്നെ ഞാനിവിടെ കപ്പ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരി, ഉഴുന്ന്, ഉലുവ ഇത്ര എടുത്തിട്ടുണ്ട്. ഞാൻ അരി 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 4 ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് ഉഴുന്നും അതുപോലെ 4 ടേബിൾ സ്പൂൺ ഉലുവയാണ്. 4 ടേബിൾ സ്പൂൺ അല്ല, 4 ടീസ്പൂൺ ഉലുവയുമാണ് എടുത്തിട്ടുള്ളത്. കപ്പ ഞാൻ തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ കപ്പ പുഴുക്കിനൊക്കെ എടുക്കില്ലേ, അതുപോലെ നമുക്ക് കപ്പ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. അപ്പം ഈ രീതിയിൽ അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് അരി, ഉഴുന്നും ഉലുവയും കൂടെ ഉള്ള ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്നത് പോലെ തന്നെ അരയ്ക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് വേണം നമുക്ക് കപ്പ അരയ്ക്കാൻ. പിന്നെ ഇത് കൂടാതെ നമ്മൾ ചോറും കൂടി അരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചോറ് അരയ്ക്കാതെയല്ല, ചോറ് അരച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം ഞാൻ അരി ഉഴുന്നും ഉലുവയും കൂടി ഇട്ട് അരച്ചതാണ്. പിന്നെ ഞാൻ കുറച്ച് അരി ബാലൻസ് ഉള്ളതിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ കപ്പ കൂടി ഇതേ നല്ലതായിട്ട് അരച്ചെടുക്കുക. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നന്നായിട്ട് അരഞ്ഞ് കിട്ടും. നമ്മൾ തേങ്ങ അരയ്ക്കുന്നത് പോലെ നമുക്ക് അരഞ്ഞ് കിട്ടും. ദേ അരച്ച് എടുത്തതാണ്, കപ്പ അരച്ചതാണ് ഞാൻ ഈ ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ചോറ് ഞാനൊരു അരക്കപ്പോളം, 1/4 കപ്പ് മുതൽ അരക്കപ്പോളം ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം അതും കൂടി അരച്ച് നമുക്ക് ചേർക്കാം. ദേ ചോറ് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ്. ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കുറച്ച് മെമ്പേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ തയ്യാറാക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഞാൻ തയ്യാറാക്കാറുണ്ട്. അപ്പം അരിയും നമ്മളുടെ കപ്പ അരച്ചതും ചോറരച്ചും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. നമുക്കിതിനെ അടച്ച് വെക്കാം. നമുക്കിത് രാവിലെ എടുക്കണം. അപ്പോൾ ആ രീതിയിലാണ്. ഒരു 8 മണിക്കൂർ, ഞാൻ 8 മണിക്കൂർ കഴിഞ്ഞു. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ആ ഒരു മാവ് പുളിച്ച് വന്നിട്ടുണ്ട്. അധികം പുളിച്ചിട്ടില്ല കേട്ടോ, അധികം അങ്ങ് പുളിച്ച് പോകത്തൊന്നുമില്ല. എന്നാൽ നമ്മുടെ ആവശ്യത്തിനുള്ള പുളിപ്പായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നതിനോടൊപ്പം നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഒരു 2 ചെറിയ സ്പൂൺ അല്ലെങ്കിൽ 2 പിഞ്ച് സോഡാപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് കപ്പദോശയ്ക്ക് മയം കിട്ടും. അതുകൊണ്ട് ഒരു ചെറിയൊരു സ്പൂൺ, ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടി കൂടി ചേർക്കുക. അപ്പം ഞാൻ 1/4 ടീസ്പൂണോളം ചേർത്തു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ദേ ഞാൻ കല്ല് വെച്ചു. നമുക്കിനി ദോശ ചുട്ടെടുക്കാം. നമ്മൾ ഉഴുന്ന് കുറച്ച് മതി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാര്യം നമ്മൾ സാധാരണ ദോശയ്ക്ക് 4 ഗ്ലാസ്സിന് അല്ലെങ്കിൽ 1 ഗ്ലാസ് ഉഴുന്നിടുന്നതിന് പകരം നമുക്കിതിന് 1/4 ഗ്ലാസ് ഉഴുന്ന് മതി. ബാക്കി ഇതുപോലെ കപ്പ അരച്ച് ചേർക്കുക. കപ്പ അതിൻ്റെ അളവിനെടുക്കുക. കപ്പ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വന്നപ്പം ഏകദേശം ഒരു 4 കപ്പോളം തന്നെ കപ്പ ഉണ്ടായിരുന്നു. ഇത് 2 വശവും നമുക്ക് മൂപ്പിച്ച് ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ നമുക്ക് ദോശ ഒഴിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഒരു കപ്പ പിന്നെ ആ ഉലുവ എല്ലാത്തിൻ്റെയും കൂടെ ടേസ്റ്റ്. ഇപ്പം ഈ ഒരു ദോശ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. ഇതും ചട്നിയോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കുന്ന ഏത് സൈഡ് ഡിഷ് വേണമെങ്കിലും നമുക്കിതിൽ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മലയാളീസ് കിച്ചണിൽ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഷാണ് കപ്പ ദോശ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ഡിഷുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.